യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇന്നലെ ശാസ്ത്രത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങള് ഇന്നലെ നോക്കി. പ്രതിപാദ്യ വിഷയം എന്താണെന്നും പറഞ്ഞു. മാണ്ഡുക്യോപനിഷത്താണ്. മാണ്ഡുക്യോപനിഷത്തില് ഉള്ള സഹജാത്മനിഷ്ഠ, സഹജമായിട്ടുള്ള എന്നുവെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ആത്മതത്വം, നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ തന്നെ സ്വരൂപത്തിനെ ബോധിപ്പിക്കലാണ് ഈ ശാസ്ത്രം. ഇനിയിപ്പോ അടുത്ത ശ്ലോകം, 3-ാമത്തെ ശ്ലോകത്തില് ആരാണ് അധികാരി എന്ന് പറയാണ്. സമീക്ഷ്യ സാംസാരിക ജീവനസ്യ ദുഃഖാത്മതാം കാമഭയാശ്രയത്വാത് ദ്വാഭ്യാം വിമുക്തം ഗുരും ഏത്യബുദ്ധം വിമുക്തിമാർഗം പ്രണിപത്യ പൃച്ഛേത്. സമീക്ഷ്യ സാംസാരിക ജീവനസ്യ ദുഃഖാത്മതാം. വിവേകമാണ് ആദ്യത്തെ സ്റ്റെപ്പ് വേദാന്ത വിചാരത്തിൽ. വിവേകമാണ് മനുഷ്യന്റെ ഗുരു. വിവേകത്തിന് ഉള്ള പേരാണ് മനുഷ്യൻ, അല്ലാതെ ശരീരത്തിനുള്ള പേരല്ല. വിവേകം ഉണരാൻ സാധ്യതയുള്ള രൂപമായതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് മനുഷ്യൻ പറയണു. അതിനകത്ത് ഈ അപൂർവമായ ശക്തിയുണ്ട്, നിത്യാനിത്യ വസ്തു വിവേകം ചെയ്യാനുള്ള ശക്തി. ആ വിവേകം ഉള്ളിൽ ഉദിച്ചു കഴിയുമ്പോ എന്താ പ്രയോജനം എന്ന് വെച്ചാൽ, പതഞ്ജലി പറഞ്ഞു സർവം ദുഃഖം വിവേകിനാം. വിവേകം ഉദിച്ചു കഴിയുമ്പോ പുറമേയുള്ള ജീവനത്തില് ദുഃഖമുണ്ട് എന്ന് കാണുന്നു. സമീക്ഷ്യ സാംസാരിക ജീവനസ്യ ദുഃഖാത്മതാം. എന്താ ദുഃഖം? കാമഭയ ആശ്രയത്വാത്. ആഗ്രഹമാണ് നമ്മളെ വണ്ടി ഓടിക്കണത്. ഇവിടെ ആഗ്രഹം സാധിക്കുമോ എന്ന് സംശയമുണ്ട്. സാധിച്ചാലും നമുക്ക് സാധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകുമോ എന്ന് ഭയമുണ്ട്. ഭയമും കാമവും, ആഗ്രഹവും ഭയമും, ഇതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത്. ഇതിനെ രണ്ടിനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ലോകത്തിൽ നടക്കുന്നത്. അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇതാണ് അല്ലേ? നമ്മളുടെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യുക, ഭയത്തിനെ ചൂഷണം ചെയ്യുക. എല്ലാം. അധ്യാത്മം പോലും അങ്ങനെയാണ്. അധ്യാത്മം എന്ന് പറയുന്ന ലോകത്തിൽ പോലും നമുക്ക് ആഗ്രഹം സാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണതും. ഭയത്തിൽ നിന്ന് രക്ഷ കിട്ടും. നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ആരെങ്കിലുമൊക്കെ പറയുമോ എന്നാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ കാമഭയ ആശ്രയത്വാത്. സമീക്ഷ്യ, ആദ്യത്തെ വാക്ക് തന്നെ സമീക്ഷണമാണ്. സമീക്ഷ എന്ന് വെച്ചാൽ സമ്യക് ഈക്ഷ, നല്ലവണ്ണം കാണുക. എന്തിനെ കാണും? ഉള്ളതിനല്ലേ കാണാൻ പറ്റുള്ളൂ. നമ്മളൊന്നും ഭാവന ചെയ്ത് കാണണില്ല, ഉള്ളതിനെ ഉള്ളപടി കാണുകയാണ്. പുരു ദുഃഖം. പ്രഹ്ലാദൻ പറയാ, എവിടെ നോക്കുമ്പോഴും ദുഃഖമുണ്ട്. അപ്പൊ ആ ദുഃഖത്തിന് ലോകത്തിലെ പരിഹാരമല്ലേ? പല പരിഹാരങ്ങളും പലരും പറയുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ പരിഹാരമൊക്കെ ചെയ്യുമ്പോ ദുഃഖൌഷധം തദപി ദുഃഖം.
ആ ദുഃഖത്തിനൊരു പരിഹാരം കണ്ടുപിടിച്ച് ആ പരിഹാരം ചെയ്യുമ്പോ ആ പരിഹാരം ഉണ്ടല്ലോ കുറെ കഴിയുമ്പോ തോന്നുന്നു ഇതിനേക്കാളും സൂക്കേട് വേണ്ടില്ല എന്ന് തോന്നുന്നു. ക്യാൻസറാണ്, കെമോതെറാപ്പി ചെയ്തു കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹം മരിക്കുന്നു തോന്നുകയാണ്. ആ സ്ഥിതിയില് പേഷ്യൻസ് പലരും പറയണത് ഇതിനേക്കാളും ക്യാൻസർ വേണ്ടില്ലായിരുന്നു എന്നാണ്. അത്ര കണ്ട് ചൊട്ട് നീറി ശരീരമൊക്കെ വെന്തുപോയി. ചില സൂക്കേടിന് മരുന്ന് കഴിച്ച് അവസാനം സൂക്കേടേ വേണ്ടില്ല എന്ന് തോന്നും. അതുപോലെ ലോകത്തിലുള്ള പല വിഷമങ്ങൾക്കും ലോകത്തിൽ നമ്മൾ പരിഹാരം അന്വേഷിക്കുമ്പോ ഈ പരിഹാരവും ഒരു ദുഃഖമായിട്ട് മാറണമെന്നാണ്. ദുഃഖൌഷധം തദപി ദുഃഖം. ആളുകള് പലരും പറയണത് നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വയസ്സുകാലത്ത് ആര് നോക്കും എന്നാണ്. അപ്പൊ ചിലരൊക്കെ കല്യാണം കഴിക്കുന്നത് വയസ്സുകാലത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനം എന്താ, ഇവര് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ പരസ്പരം രണ്ടുപേരെയും നോക്കാൻ ആളില്ലാതെ വിഷമിക്കും. കുട്ടികളൊക്കെ നോക്കുമെന്ന് വിചാരിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോ ചിലപ്പോ കുട്ടികൾ വിപരീതമാവുകയോ പറഞ്ഞാൽ കേൾക്കാതാവുകയോ അതിന്റെയൊക്കെ ദുഃഖമൊക്കെ കഴിയുമ്പോ അപ്പോഴാണോ മനസ്സിലാവുക നമ്മള് ഇവിടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വെറും ഒരു ഭ്രമമാണ്. ഒരു സെക്യൂറായിട്ടുള്ള ഒരു ലൈഫ്, സംരക്ഷണ ജീവിതം ബാഹ്യമായിട്ട് ഉണ്ടാക്കാനാണ് നമ്മള് പണം കൂട്ടി ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണതും ബാങ്കിലിട്ട് വെക്കണതും. ബാങ്കിൽ ഇട്ട് വെക്കാൻ പറ്റില്ലെങ്കിൽ വേറെ വല്ല വഴിയുണ്ടോ നോക്കണതും. ഇപ്പൊ ആളുകള് സ്ഥലം വാങ്ങിയിടുകയാണ്. അങ്ങനെ വാങ്ങി കൂട്ടുകയാണ്. എവിടെ സ്ഥലമുണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. അത്രയധികം. നിങ്ങളുടെ തിരുവണ്ണാമലയിലൊക്കെ സ്ക്വയർ ഇഞ്ചിന് വിലയായി കഴിഞ്ഞു. ഇപ്പോ സ്ക്വയർ ഫീറ്റ് പോയിട്ട് എല്ലാരും വാങ്ങിയിടാണ്. ഇതൊക്കെ അവസാനം നമ്പൂരിപ്പാട് കൊണ്ടുവന്ന മാതിരി ഒരു നിയമം ഗവൺമെന്റ് കൊണ്ടുവന്ന വാങ്ങിയിട്ടവരുടെ ഒക്കെ മുക്കോപിയായി. അതിന് എത്ര നേരം വേണം അല്ലേ? 4 പേര് തലപ്പിലിരിക്കുന്ന ആളുകൾ തീരുമാനിച്ചാ മതി. അവരുടെ സ്ഥലമൊന്നും പോവില്ല. അവരതൊക്കെ ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടേ നിയമമൊക്കെ കൊണ്ടുവരുള്ളൂ. ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അസറ്റാണെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടിരിക്കുന്ന ആളുകളൊക്കെ കാര്യം പോക്കായി, എല്ലാം പോയി. ഇതുപോലെയാണ് നമ്മൾ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വളരെ സമർത്ഥന്മാരായി ജീവിതം മുഴുവൻ മെനക്കെട്ടിട്ട് നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാക്കി വെച്ചു. അവസാനം കാണുമ്പോൾ സെക്യൂരിറ്റി ഇവിടെ ഒന്നുമില്ല. ഭ്രാന്ത് പിടിച്ച് നടക്കും. അതേസമയം ഇൻസെക്യൂർ ആണെന്ന് വിചാരിക്കുന്ന ആളുകളെയൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കും. ലോകത്തിൽ അതും കാണാം നമുക്ക്. സ്വയം ആരും ഒന്നുമില്ലാത്ത ആളുകളെ ആരെങ്കിലുമൊക്കെ സ്നേഹത്തോടുകൂടെ നോക്കി അവസാനം വരെ സംരക്ഷിച്ച് അവരെ കാണുമ്പോൾ നമുക്കപ്പം മനസ്സിലാവും സെക്യൂരിറ്റി സ്നേഹത്തില്, പ്രിയത്തിലാണുള്ളത്. മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് ഭഗവാൻ. യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്ന ഭഗവാൻ ഏതെങ്കിലുമൊക്കെ ശരീരത്തിലൂടെയൊക്കെ നമ്മളുടെ യോഗക്ഷേമം വഹിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യും. ആ ഹൃദയത്തിനെയാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ പുറമേക്ക് ശേഖരിച്ചു വെക്കുകയും പല കാര്യങ്ങളും ചെയ്യണതൊക്കെ അവസാനം മണ്ടത്തരം, മടയത്തരമായിട്ട് തീരും. വിവേകം ഉദിക്കുമ്പോ നമ്മൾ കാണും ഭയം ഇവിടെ ഉണ്ട്. ലോകത്തിൽ സർവത്ര ഭയമാണ്. ഭോഗേ രോഗഭയം, കുലേച്യുതി ഭയം, വിത്തേ നൃപാലാത് ഭയം, മാനേ ദൈന്യഭയം, ബലേ രിപുഭയം, രൂപേ ജരായാഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തു ഭയാൻവിതം ഭുവി നൃണാം വൈരാഗ്യമേവാഭയം. ഭോഗേ രോഗഭയം, എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കാമെന്ന് വെച്ചാൽ രോഗം വരുമോ എന്ന് ഭയം. ഒരു 30-35 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ ഭയം തുടങ്ങി. ഡയബറ്റീസ് വരുമോ, BP വരുമോ? ശരീരം ഉള്ളത്തോളം ഈ ഭയമുണ്ട്. കുലേ ച്യുതി ഭയം, വിത്തേ നൃപാലാത് ഭയം. പണം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഭയം, ഇല്ലെങ്കിലോ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. എല്ലാം
സർവത്ര ഭയം, സർവം വസ്തു ഭയാൻവിതം. ഇതാണ് സാംസാരിക ജീവനത്തിനെ സമീക്ഷണം ചെയ്യൽ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പണക്കാരും ഈ ഭയത്തിൽ നിന്ന് വിമുക്തരല്ല. അതാണ് ആശ്ചര്യം. ഏറ്റവും വലിയ പണക്കാരും ഈ ഭയത്തിൽ നിന്ന് വിമുക്തരാവണില്ല. വലിയ വലിയ പണക്കാര്, കോടീശ്വരന്മാര്, അവർക്ക് പിന്നെയും എന്തിനാ അതിൽ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ മനസ്സിലാവണില്ല. ഒരു തരം രോഗമായി തീരുകയാണ് ഇതൊക്കെ. ഈ ഭയം എന്ന് പറയുന്നത് മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, നിർത്താൻ പറ്റില്ല. അവർക്ക് പുറമേക്കുള്ള വ്യവഹാരം, കുലേ ച്യുതി ഭയം, എല്ലാം ഭയമാണ്. അതേപോലെ തന്നെയാണ് ആഗ്രഹവും. കാമം, ആഗ്രഹം. കാമം എന്ന് വെച്ചാൽ ഭോഗജീവനത്തിനുള്ള ആഗ്രഹം മാത്രമല്ല, എന്ത് ആഗ്രഹവും. അത് നമ്മളെ പതുക്കെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് അകാമഹതസ്യ ശ്രോത്രിയസ്യ അകാമഹതസ്യ. ജ്ഞാനമുള്ളവനും കാമം കൊണ്ട് കൊല്ലപ്പെടാത്തവനും ആഗ്രഹം കൊണ്ട് കൊല്ലപ്പെടാത്തവനും. ആഗ്രഹങ്ങള് ഒരു തുടർവില്ലാതെ, എന്നാ ഈ ആഗ്രഹമൊക്കെ സാധിക്കാൻ പോണ്ടോ എന്നൊന്നും ഉറപ്പില്ല. ഫ്യൂച്ചറിൽ എന്തോ ഒരു ബംഗ്ലാവ് കെട്ടി, ഫ്യൂച്ചറിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി, ഫ്യൂച്ചറിൽ ഒരു കാറ് വാങ്ങി, ഇതൊക്കെ ഭാവനയിലാണ്. ഭർതൃഹരി പറയണു, ഇപ്പൊ ഒന്നുമില്ല. സംപ്രാപ്താന പുരാ ന സാമ്പ്രതി നച പ്രാപ്തൗ ദൃഢപ്രത്യയാൻ വാഞ്ചാമാത്ര പ്രതിഗ്രഹാനപി വയം ത്യക്തും ന ശക്താഃ. മുമ്പൊന്നും കിട്ടിയിട്ടുമില്ല, ഇപ്പൊ കയ്യിലില്ല, ഇനി ഫ്യൂച്ചറിൽ കിട്ടുമോ എന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ പോലും വിടാൻ വയ്യാന്നാണ്. തമാശായിട്ടൊരു കഥ. അപ്പൊ അവിടെ ആ ഭാഗവത സപ്താഹത്തിന് ഞാനത് പറഞ്ഞു. ഒരു കഴുതയെ വണ്ണാനിട്ട് അടിയട്ടീന്ന് അടിക്കുകയാണേ. ഈ കഴുത ഓടിപ്പോണില്ല, കഴുതയ്ക്കൊട്ട് ഭക്ഷണവും കൊടുക്കണില്ല ഈ വണ്ണാൻ നേരെ ചൊവ്വേ. അപ്പൊ ഈ കഴുതയുടെ അടുത്ത് നായ ചോദിച്ചു, എന്തായി, തനിക്കൊന്ന് ഓടിപ്പോയിക്കൂടെ, എവിടെയെങ്കിലുമൊക്കെ പോയിക്കൂടെ, തനിക്ക് വയസ്സായി, ഇങ്ങനെ തല്ലുകൊള്ളണോ, ഈ മണ്ണാന്റെ അടുത്തുനിന്ന് അടി കൊണ്ടുകൊണ്ടേയിരിക്കണമല്ലോ. കഴുത പറഞ്ഞു, അത് വേറൊന്നുമല്ല, ഒരു ചെറിയ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത്, അല്ലെങ്കിൽ അന്നേ ഓടിപ്പോയിട്ടുണ്ടാവും. അതെവിടെയെങ്കിലുമൊക്കെ നടക്കുമെന്ന് വന്നിട്ടാണ് ഞാനിവിടെ നിൽക്കണത് എന്ന് വെച്ചു. അപ്പൊ ആ നായ ചോദിച്ചു, എന്താ ആഗ്രഹമാണ്? അല്ല, ഈ വണ്ണാന്റെ മകളുടെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, നീ ഇങ്ങനെ വരുന്ന ജാതകമൊക്കെ എനിക്ക് വേണ്ട പറഞ്ഞാൽ ഞാൻ അവസാനം ഈ കഴുതയ്ക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കുമെന്ന് എൻ്റെ അത്ര നിൽക്കണത് ഈ കഴുത. ഈ അടിയൊക്കെ കൊണ്ടിട്ട് ആരും കിട്ടാതെ. ഇതുപോലെയാണ് ലോകത്തിലെ ജീവനും. നാളെ എന്തോ കിട്ടാൻ പോണു, ഈ അടിയൊക്കെ കൊണ്ടിട്ട് കാര്യങ്ങളൊന്നും നടക്കണമില്ല. ഈ കഴുതയ്ക്ക് കല്യാണം പോലെ എന്തോ ഫ്യൂച്ചറിൽ കിട്ടാൻ പോണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ലോകത്തിൽ നിൽക്കുന്നത് ആളുകള്. അതാണ് വസിഷ്ഠൻ പറഞ്ഞത് ജരടഗർദ്ധവാഹ എന്നാണ്. വയസ്സ് കഴുത ഇങ്ങനെ നിൽക്കണു, സത്യമൊട്ട് അറിയണമില്ല. ഇത് ലോകത്തില് ജീവിതത്തിൽ മുഴുവൻ തുടർന്ന് നിൽക്കുന്ന ഒരു ദുഃഖാത്മകതയാണ്. കാമഭയാശ്രയത്വാത്. ഇവിടെ ആഗ്രഹവും ഭയവും കാരണം മനുഷ്യൻ ഒരു സ്വതന്ത്രൻ എന്ന് പറയാൻ വയ്യാവും. ഏറ്റവും പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ നമ്മൾ പശുതുല്യന്മാരാണെന്നാണ് ശങ്കരാചാര്യർ ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് ചതുസൂത്രിയിൽ പറയണത്. പശ്വാദിഭിശ്ച അവിശേഷാത്. പശുക്കളിൽ നിന്നും ഒരു വ്യത്യാസവുമില്ല. എന്താ വ്യത്യാസമില്ലായ്മ എന്ന് വെച്ചാൽ, കയ്യിൽ പുല്ലെടുത്തുകൊണ്ട് ഹരിത തൃണ പൂർണ്ണ പാണിം ഉപലക്ഷ്യ തദ് അഭിമുഖീഭവതി. കയ്യില് പുല്ലെടുത്തുകൊണ്ട് വിളിച്ചാൽ പശു അടുത്ത് വരും. കയ്യിൽ ദണ്ഡമെടുത്തുകൊണ്ടായാൽ പലായുധമാരഭത്തെ, ഓടുന്നു. ഭയവും ആഗ്രഹവും. എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അടുത്ത് പോവുക, ദുഃഖം കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടുക. ഈ പ്രാകൃത വികാരം മനുഷ്യനും മൃഗത്തിനും തുല്യമാണ്. അതുകൊണ്ട് സാധാരണ തലത്തിൽ പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ പശ്വാദിഭിശ്ച അവിശേഷാത്. പശ്വാദികളിൽ നിന്നും ഒരു വിശേഷവുമില്ല എന്ന്. മൃഗങ്ങളിൽ നിന്ന് യാതൊരു ഭേദവുമില്ല സാധാരണ വിഷയങ്ങളിൽ. നമ്മൾ സാധാരണ വിഷയത്തിൽ മൃഗങ്ങൾ തന്നെയാണ്.
അതിലൊന്നും നമുക്കൊന്നും അഭിമാനക്കുറവൊന്നുമില്ല. നമ്മളുടെ സാധാരണ മണ്ഡലത്തിൽ എത്ര പണ്ഡിതനാവട്ടെ, എന്തൊക്കെ തന്നെ ആവട്ടെ, നമ്മൾ പശുക്കൾ തന്നെയാണ്. എവിടെയാണ് പശുവിൽ നിന്നൊരു വ്യത്യാസം വരുന്നത്? വിവേകം ഉണ്ടാവുമ്പോ. വിവേകം ഉണ്ടായി ഇവിടെ ദുഃഖമുണ്ടെന്നും കണ്ടാ മാത്രം പോരാ, ദുഃഖത്തിന് പരിഹാരം കാണാൻ തീരുമാനിക്കുക. ആലോക്യ ജന്തുഷു ദുഃഖം, ദുഃഖാനി ആലോക്യ ജന്തുഷു അല്ല മുദിത വിവേക ആചാര്യവര്യാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം. വിവേകം ഉദിച്ചു കഴിയുമ്പോഴാണ് ഈ ദുഃഖം കാണുന്നതേ. ഇവിടെ ഇന്ന ദുഃഖങ്ങളുണ്ട്. ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഭഗവാൻ പറയണത് ഗീതയില് ആദ്യത്തെ സ്റ്റെപ്പ് ഫോർ സ്പിരിച്വാലിറ്റി ഈസ് ദുഃഖദോഷാനുദർശനം. ഈ കുഴപ്പങ്ങൾ, സീയിങ് മിസറി, പെർസീവിങ് മിസറി ഇൻ ദ വേൾഡ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് കണ്ടാലേ നോൺ എസെൻഷ്യൽ ആക്ഷൻസ് വിൽ ഡ്രോപ്പ് ഓഫ്. അപ്പോഴേ ആവുള്ളൂ. എന്തിനാ ഈ ദുഃഖം കാണണമെന്ന് പറയണമെന്ന് വെച്ചാൽ, ആ ദുഃഖം കണ്ടാൽ അപ്പൊ നമ്മൾ പ്രവർത്തിക്കണമെന്ന് നിർത്തില്ല. പക്ഷെ ഓവർ എക്സോഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് ലോകത്തിൽ കിടന്നു മറിയലും വേണ്ടാതെ യത്നിക്കലും വേണ്ടാതെ വിഷമിക്കലും അതൊക്കെ വിട്ടുകിട്ടുകയും തനിക്ക് വേണ്ടത്ര പ്രവൃത്തി ചെയ്യുകയും ചെയ്യും. മനുഷ്യന് ഒരു കൺട്രോളിംഗ് മെക്കാനിസം ഉണ്ടാവും അയാളുടെ പുറകില്. ഈ കാര്യമില്ലായ്മയാണ് സന്യാസികളടക്കം ഊട്ടി നടക്കുന്നത്. ഒരു സമാധാനവുമില്ലാതെ പേരും പുകഴും കിട്ടിയിട്ട് അവർക്ക് മതിയാവണില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ പുറകിലുണ്ടെങ്കിലും പിന്നെയും വാൾ പോസ്റ്റും സ്റ്റിക്കറും പോസ്റ്ററും ഒട്ടിക്കലും കണ്ടാൽ കാരുണ്യമാണെന്നും ലോകം നന്നാക്കാൻ പുറപ്പെടലാണെന്നും ഒക്കെ തോന്നും. ഈ ലോകം അങ്ങനെയൊക്കെ നന്നാവണ സാധനമാണോ? എത്ര അവതാരങ്ങൾ അവതരിച്ചിട്ടാണ് ഈ സ്ഥിതിയിൽ നിൽക്കുന്നത് നമ്മളിപ്പോ. ആഗ്രഹം അവസാനിക്കണതേയില്ല. എങ്ങനെ അവസാനിക്കും? ഇവിടെ ദുഃഖമുണ്ടെന്നും തനിക്ക് താൻ തന്നെ ഹിതം ചെയ്യണമെന്നും സമാധാനം കണ്ടെത്തണമെന്നും ഒക്കെ തീരുമാനിച്ച ആൾക്ക് വേദാന്ത വിചാരത്തിലേക്ക് വരാം. വേദാന്ത വിചാരം ഇല്ലാതെ യോഗമണ്ഡലത്തിൽ മാത്രം, അതാണ് ലക്ഷ്മണ ശർമ്മ മഹായോഗം എന്ന പുസ്തകത്തിൽ പറയണത്, യോഗമണ്ഡലത്തിൽ വിഹരിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ കോപ്രായങ്ങൾ കാണിക്കുക. അവർക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും, സിദ്ധികളും ഉണ്ടാവും, പവറുണ്ടാവും. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകളെ ചലിപ്പിക്കാൻ കഴിയും. അതൊക്കെ കഴിഞ്ഞാലും സമാധാനം എവിടെ? ശാന്തി എവിടെ? ശാന്തി ആർക്കുണ്ട്? ന സുഖം ഇന്ദ്രസ്യാഹു ന സുഖം ചക്രവർത്തി. തമാശ എന്താന്ന് വെച്ചാൽ, നമ്മൾക്കൊരു 1,00,000 ആളുകൾ അനുയായികൾ ഉണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുമ്പോഴേക്കും കാണാൻ നമ്മളുടെ മുമ്പിൽ വേറെ ഒരാള് 4,00,000 ആളുകളോടുകൂടെ വരുന്നത്. ഇത് അവസാനിക്കുകയല്ലേ? അപ്പൊ പിന്നെന്താ? നമ്മൾക്കൊരു 1 കോടി ആളുകളാക്കണം അനുയായികൾ. അപ്പോഴേക്കും വേറെ ഒരാളുണ്ടാവും 4 കോടി ആളുകളോടുകൂടെ. മായയാണേ. മായ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ നമ്മളുടെ അഹങ്കാരത്തിനെ തല്ലിപ്പൊട്ടിക്കാനാണ്. അപ്പോ സുഖമില്ല അവിടെ. സുഖം ലോകത്തിൽ ആർക്കും ജയിച്ചിട്ട് പൊരുതി ജയിപ്പത് അസാധ്യം. ഒരു മതവും പൊരുതാതൊടുങ്ങുകയില്ല. നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകമാണ്. ഈ ലോകത്തില് പൊരുതി ജയിപ്പത് അസാധ്യം എന്നാണ്. ഒരാൾക്ക് ഒരാളെ ജയിച്ച് അടക്കി വെച്ച് ഇരിക്കാൻ പറ്റില്ല. കാരണം ആര് സമ്മതിക്കും? സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്നും ആർക്കും മേലെ നിൽക്കാൻ പറ്റില്ല. എന്നാലോ ഇവര് പൊരുതാതിരിക്കുകയില്ലേ. അവര് ചണ്ട കൂടിക്കൊണ്ടേയിരിക്കും ലോകത്തില്. ഞാൻ മേലെ നീ മേലെ എന്ന് പറഞ്ഞിട്ട്. ആഗ്രഹമാണ്, അംബീഷൻ ടു ബി സംതിങ്. ഭവരോഗം എന്ന് പറയണില്ലേ, ആയിത്തീരാനുള്ള വ്യഗ്രത. ഞാൻ എന്തോ ആണ് എന്നുള്ള വ്യഗ്രത. അതിലാണ് ഈ അധ്യാത്മലോകത്തിലെ ആളുകള് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടത്തണത്. ഇങ്ങനെ വേഷം മാറി വേഷം മാറി വേഷം മാറി പല വിധത്തിലും. ഒരാൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്നെ അറിയോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് മുമ്പ് അറിയാം. ഞങ്ങളുടെ അവിടെ തേരിന് നെട്ടിമാല കെട്ടുന്ന ആളാണ്. ഒരു ഗീതാ പ്രഭാഷണത്തിന് പോയപ്പോ മൂപ്പരവിടെ നിൽക്കണ്ടേ, എന്നെ മനസ്സിലായോ ചോദിച്ചു. അറിയാലോ, നെട്ടിമാല കെട്ടാൻ വരും തേരിന്. അതല്ല, ഞാൻ കൽക്കി ഭഗവാനാണെന്ന് പറഞ്ഞു. നമസ്കാരം എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയാ പിന്നെ?
ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നാടുനീള കൽക്കി ഭഗവാനും അവതാര പുരുഷന്മാരും കാലെരടി എവിടെയെങ്കിലുമൊക്കെ വീണാൽ ഏതെങ്കിലും അവതാര പുരുഷന്മാരുടെ മേലെ വേണം വീഴാൻ. അത്ര ആളുകളാ. അവതാരാഹി അസംഖ്യേയാഹ ഹരേഹേ സത്യനിധി. ഭാഗവതത്തിൽ പറഞ്ഞു, എണ്ണിയാലൊടുങ്ങാത്ത അവതാരങ്ങളാണ് ഭഗവാന്റെ എന്നാണ്. എവിടെയെങ്കിലും കാലം തെറ്റിയാൽ ഒരു അവതാരത്തിന്റെ മേലെ ഒക്കെ അവതാരമാണല്ലോ. ആദ്യോ അവതാര ഹരേഹേ എന്നാണ് ഭാഗവത്. ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ആദ്യ അവതാരമാണ്. ഇവിടെ അവതാരമല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവതാരമാണെന്ന് ഒരാൾ പറഞ്ഞാൽ ഇപ്പൊ തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. അപ്പൊ അവതാരമല്ലാതെ ഇവിടെ എന്താ ഉള്ളത്? എല്ലാരും അവതാരം. നായും പൂച്ചയും ഒക്കെ അവതാരമാണ്. അവതാരം തന്നെയാണ് എല്ലാം. സകലതും ഭഗവത് സ്വരൂപം. എന്തിനാ അവതാരമാവണവും? ഭഗവാൻ തന്നെയാണ്. പൂർണ്ണ ബ്രഹ്മവസ്തു തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ തോന്നും. ഇതൊക്കെ കാരണം എന്താ? ആഗ്രഹമാണ്. ആഗ്രഹം ലൗകികത്തിലെങ്കിലും സമ്മതിക്കാം. എന്താന്ന് വെച്ചാൽ ആ രോഗം ഉണ്ട് അവിടെ. ഈ അധ്യാത്മത്തിൽ വന്ന് ഈ കോമാളിത്തരം ബഫൂണിസം കാണിക്കുന്നതാണ് കുഴപ്പം. ഒരാള് ഇതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് എന്താ? അയാള് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ശാന്തനാവുകയും ചെയ്യണമെന്നാണ്. ഇപ്പോ അതിനുശേഷമാണ് അശാന്തിയും കുഴപ്പങ്ങളും ഒക്കെ. ഇതൊക്കെ എന്തുകൊണ്ടാ? കാമ ഭയാശ്രയത്വാത്. ആഗ്രഹം ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഭയമും. രണ്ടും പോണില്ല. ഇത് രണ്ടും നമ്മൾ കാണുകയാണ്. ഇതിലൊക്കെ കുഴപ്പമുണ്ടെന്ന് ആര് നല്ലവണ്ണം കാണുന്നു, അവനിൽ വിരക്തി ഉണ്ടാവുന്നു, വൈരാഗ്യം ഉണ്ടാവുന്നു, വിഗതരാഗനായിട്ട് തരുണമാണ്. ഇതൊക്കെ കാണുമ്പോ ലോകത്തിലും രക്ഷയില്ല, ലോകത്തിൽ വേറെ വല്ല അധ്യാത്മം എന്ന് വേഷം കെട്ടിയിട്ടൊന്നും രക്ഷയില്ല. വാസ്തവത്തിൽ ഞാൻ സത്യം കണ്ടെത്തണം, എനിക്ക് ശാന്തി ഉണ്ടാവണം എന്നൊരാൾ തീരുമാനിക്കണം. തനിക്ക് താൻ തന്നെ ഹിതം ചെയ്യണമെന്ന് തീരുമാനിക്കണം. അതിന് അരപ്പൈസ ചെലവില്ല, ഒന്നും വേണ്ട. തനിക്ക് താൻ ശാന്തിയാണ് നേടിയെടുക്കേണ്ടതെങ്കിൽ ഇവിടെ കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല, ആളെ കൂട്ടേണ്ട ആവശ്യമില്ല, പരിശ്രമിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. താൻ തന്റെ ഉള്ളിൽ ഇത്തിരി വിചാരം ചെയ്യുകയും വേണ്ട വിധത്തിൽ വൈരാഗ്യം ഉണ്ടാക്കുകയും തന്റെ ബാഹ്യ ജീവിതത്തിനെ ഈ ശാന്തിക്ക് അനുകൂലമാവുന്ന വിധം കഴിയുന്നതും ഒരു റീഅറേഞ്ച്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്താൽ ശാന്തി ഉണ്ടാവും. തന്നെ മറ്റുള്ളവരങ്ങനെ ധരിക്കണമെന്ന് ധരിച്ചാൽ അതിനാണ് ലോകവാസന എന്ന് ശങ്കരാചാര്യർ പറഞ്ഞത്. ദേഹവാസന, ശാസ്ത്രവാസന, ലോകവാസന. ലോകവാസന എന്താ? എന്നെക്കുറിച്ച് ആളുകൾ ഞാൻ ഇന്നവനാണെന്ന് ധരിക്കണമെന്നും ഞാൻ അധ്യാത്മമാണെന്ന് ധരിക്കണമെന്നും അല്ലെങ്കിൽ ഞാൻ നല്ലവനാണെന്ന് ധരിക്കണം. നാട്ടുകാരെ കുറിച്ച് പറയണമെങ്കിൽ, നാട്ടുകാരെ കുറിച്ച് കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ബുദ്ധിമുട്ട് ഇത്രയുണ്ട്. അത് പണ്ടത്തെ ആ കഴുതയെ ചുമക്കുന്ന കഥ പോലെ അവസാനം കഴുതയെ ചുമക്കേണ്ടി വരും. അച്ഛനും മകനും കൂടെ കഴുതയെ ചുമന്നില്ലേ? അച്ഛനിരുന്നാൽ ആളുകൾ മകനെ കുറ്റം പറയും, മകൻ കഴുതപ്പുറത്തിരുന്നാൽ ആളുകൾ അച്ഛനെ കുറ്റം പറയും. രണ്ടുപേരും കൂടെ കഴുതപ്പുറത്തിരുന്നാൽ കഴുതയുടെ അടുത്ത് സിമ്പതിയും രണ്ടുപേരെയും കുറ്റം പറയലും. അവസാനം രണ്ടുപേരും കൂടെ കഴുതയെ തൂക്കിക്കൊണ്ട് നടന്നു അത്രേ. അതുപോലെ ലോകത്തിൽ നിന്നും നമ്മൾക്ക് നല്ല പേര് വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചാൽ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വാസന ഉള്ളിന്ന് എടുത്തു കളയണം. യാതൊരു വിധത്തിലുമുള്ള അംബീഷൻ ഉള്ളിലില്ലെങ്കിൽ, അതേപോലെ ഭയമും ആഗ്രഹത്തിനോടൊപ്പം നിൽക്കുന്നതാണ് ഭയം. ആഗ്രഹം പോയാൽ ഭയം പോവും. ആഗ്രഹം എങ്ങനെ വരുന്നു? രാഗദ്വേഷമാണ്. രാഗദ്വേഷത്തിന് മൂലം എന്താ? ദ്വൈത ദർശനമാണ്. ദ്വൈത ദർശനത്തിന് മൂലം എന്താ? അജ്ഞാനമാണ്. അജ്ഞാനമുള്ളതുകൊണ്ട് രണ്ടാമതൊരു വസ്തു ഉണ്ടെന്ന് കാണുന്നു. രണ്ടാമതൊരു വസ്തു കാണുമ്പോ തന്നെ അതിനോടൊപ്പം തന്നെ വരുന്നതാണ് രണ്ടാമതോ വസ്തുവിനോട് രാഗമോ ദ്വേഷമോ. രാഗമുണ്ടെങ്കിൽ വേണമെന്നുള്ള ആഗ്രഹം, ദ്വേഷമുണ്ടെങ്കിൽ അത് വന്നുപോകുമോ എന്നുള്ള ഭയം.
അവിടെ നിന്ന് തൊട്ട് തുടങ്ങി പരമ്പരയായിട്ട് ശതമൂലഃ ശതാങ്കുരഃ എന്നിങ്ങനെ പടർന്നു വരും. ഏഷ സംസാരതരുഃ പുരാണഃ ദുഃഖാത്മകഃ. ഈ വൃക്ഷം അങ്ങനെ പടർന്ന് പന്തലിച്ച് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോ ഇതിന് പരിഹാരം എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ ദുഃഖമുണ്ടെന്നും വിഷമമുണ്ടെന്നും ഭയമുണ്ടെന്നും കാണുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ദ്വാഭ്യാം വിമുക്തം ഗുരുമേത്യ ബുദ്ധം വിമുക്തിമാർഗം പ്രണിപത്യ പൃച്ഛേത്. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് ഡിസ്പാഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഗുരും ഏത്യ. ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ വിമുക്തനാണ് ഗുരു. ഗുരുവിന് ലക്ഷണം അതാണ്. ആര് ശാന്തി നേടിയിരിക്കുന്നുവോ, ശ്രോത്രിയോ അവ്രജനോ അകാമഹതോ യോ ബ്രഹ്മവിത്തമഃ ബ്രഹ്മണി ഉപരത ശാന്തഃ നിരിന്ധനൈവാനലഃ അഹൈതുക കൃപാ സിന്ധുഃ ബന്ധുഃ ആനമതാം സതാം. ഇത്രയുമാണ് ആചാര്യസ്വാമികൾ ലക്ഷണം പറയുന്നത്. ശ്രോത്രിയ ഉപനിഷത് വിദ്യ നല്ലവണ്ണം അറിയുന്നവൻ. അവ്രജനഃ യാതൊരു ആഗ്രഹങ്ങൾ കൊണ്ടും ബാധിക്കപ്പെടാത്തവൻ. അകാമഹതഃ എന്ന് ചേർത്തു അതിനോടുകൂടെ. പരിശുദ്ധനായിട്ടുള്ളവനും ആഗ്രഹങ്ങൾ കൊണ്ട് ഹതനല്ലാത്തവൻ. യോ ബ്രഹ്മവിത്തമഃ ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠൻ. മാത്രമല്ല ബ്രഹ്മണി ഉപരതഃ ബ്രഹ്മത്തിനെ ഇന്റലക്ച്വലി അറിയലല്ല, പിന്നെയോ നിരന്തരം താൻ അതിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ബ്രഹ്മണി ഉപരതഃ. അതുകൊണ്ട് തന്നെ ശാന്ത. അതെങ്ങനെ മനസ്സിലാവും ബ്രഹ്മണി ഉപരതനാണോ എന്ന്? ശാന്തി. ആ ശാന്തിയും യാതൊരു ഹേതുവുമില്ലെങ്കിൽ ചിലര് ശാന്തരായിരിക്കും അല്ലേ? റൂമില് വാതിലടച്ചിരിക്കുമ്പോ ശാന്തിയുണ്ട്. എന്തെങ്കിലും കുഴപ്പം ആരെങ്കിലും ഒക്കെ മുമ്പിൽ വന്നാൽ ദേഷ്യം വരും. അങ്ങനെയില്ല. നിരിന്ധന ഇവാനല. സിലിണ്ടർ കാലിയായാൽ ഗ്യാസിൽ തീപ്പെട്ടി ഉരച്ച് കാണിച്ചാലും പിടിക്കില്ല സ്റ്റൗവിൽ. അതുപോലെ ഇന്ധനം പോയി അഗ്നി കെട്ടടങ്ങിയ പോലെ വാസനാക്ഷയം ഉണ്ടായിട്ട് വരുന്ന ശാന്തി. വാസനകളൊന്നുമില്ല ഉള്ളില്, ആഗ്രഹങ്ങളൊന്നുമില്ല. നല്ലവണ്ണം വിചാരജന്യമായി മനസ്സ് വിചാരത്തിന്റെ ഫലമായി അടങ്ങിക്കഴിയുമ്പോ നിരിന്ധനം ഇവാനല. ഇന്ധനം പോയ അഗ്നി പോലെ അടങ്ങും. അത്തരത്തിലൊരു ശാന്തി. അങ്ങനെയുള്ള ശാന്തിയൊക്കെ കണ്ടിട്ട് ഗുരുവിനെ മനസ്സിലാക്കാം. ഗുരുവിനെ മനസ്സിലാക്കണത് എന്തിനാ? പ്രണിപത്യ പൃച്ഛേത്. അവിടെ ചെന്ന് അടങ്ങി ശരണാഗതി ചെയ്ത് ചോദിക്കുക. ചോദിച്ച് ഈ ബ്രഹ്മവിദ്യയെ അറിയുക. ഇതാണ് പഴയ സമ്പ്രദായം. അപൃഷ്ടേ ന ബ്രൂയാത്. ചോദിച്ചിട്ടില്ലെങ്കിൽ പറയാൻ പാടില്ല. ചോദിച്ചാൽ പോലും ചിലപ്പോ പറയൊന്നുമില്ല. വർഷങ്ങളോളം കൂടെ ഇരുന്നോളൂ എന്ന് പറയും. ബുദ്ധന്റെ അടുത്ത് ഒരു ശിഷ്യൻ, ഒരു ആള് ചെന്നിട്ട് സംശയം ചോദിച്ചു. എനിക്ക് ഒരുപാട് പേരോട് സംശയം ചോദിച്ചു, സംശയമേ തീരണില്ല, അങ്ങ് എനിക്ക് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എന്റെ കൂടെ നീ ഒരു 2 വർഷം താമസിക്കൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പല ആളുകളുടെ അടുത്തും സംശയം ചോദിച്ചിട്ട് തീരണില്ല, അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ബുദ്ധൻ ആദ്യം ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല, അങ്ങ് വലിയ ജ്ഞാനിയാണ്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ ശരിയായിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു 2 വർഷം എന്റെ കൂടെ താമസിക്കൂ. അപ്പൊ ഇയാള് തയ്യാറായപ്പോ അടുത്തിരിക്കുന്ന ഒരു ശിഷ്യൻ ചിരിച്ചു. അപ്പൊ ഇയാള് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ചിരിക്കണമെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് സംശയത്തിന് ഉത്തരം കിട്ടലാണ് മുഖ്യമെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു മനസ്സിലാക്കിക്കോളൂ. 2 വർഷം കഴിഞ്ഞ് ചോദിക്കുമെന്ന് പറയണത് എന്താ കാര്യം എന്ന് വെച്ചാൽ ചോദിക്കാൻ പറ്റില്ല. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കൊന്നുമില്ല, അടങ്ങിപ്പോവും. ഞാനും നിങ്ങളെ പോലെ ചോദിക്കാൻ വന്നതാണ്. 2 വർഷം പോയി 10-20 വർഷമായി, ചോദിക്കാനൊന്നുമില്ല എന്ന്. അപ്പൊ ചോദ്യമൊക്കെ തന്നെ മെന്റൽ പ്ലെയിനിലാണ്. അപ്പൊ പ്രണിപത്യ പൃച്ഛേത്. ഗുരുവിന് പ്രണിപാതനം എന്ന് പറഞ്ഞാൽ ശരണാഗതി, സറണ്ടർ. നമ്മളുടെ ഈഗോ, ഇറ്റ് വിൽ സറണ്ടർ ഓൺലി ടു എൻ ഹയർ പ്രസൻസ്. ഒരു നമ്മളെ അടക്കാവുന്ന ഒരു സന്നിധിയുടെ മുമ്പിൽ സഹജമായിട്ട് ശരണാഗതി ചെയ്യും അഹങ്കാരം, അല്ലേ? അപ്പോ അത്തരത്തിലൊരു സന്നിധിയെ ആണ് ഗുരു എന്ന് വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോ നാച്ചുറൽ സറണ്ടർ ഉണ്ടാവുകയാണ്. സഹജമായിട്ട്
തന്നടക്കം ഉണ്ടാവുകയാണ്. ആ തന്നടക്കം സ്വയം പരിശ്രമിച്ചാൽ നടക്കാത്ത തന്നടക്കം ഗുരുവിന്റെ സന്നിധിയിൽ ഉണ്ടാവുന്നു. അതിനാണ് പ്രണിപാതനം എന്ന് പറഞ്ഞത്. പ്രണിപത്യ പൃച്ഛേത്, പ്രണിപാതനം ചെയ്ത് ചോദിക്കുക, ചോദ്യം ചോദിക്കുക, ചോദിച്ച് അറിയുക. അങ്ങനെ ചോദ്യം പ്രണിപാതനം ചെയ്ത് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോ എന്താ ശിഷ്യൻ ചോദിക്കണത്? എന്താ ശിഷ്യൻ ചോദിക്കണത്? ചോദിക്കാനൊന്നുമില്ല, സ്വാമി എന്നെ രക്ഷിക്കണം. വിവേക ചൂടാമണിയില് ശിഷ്യൻ പറഞ്ഞു, സ്വാമിന് നമസ്തേ നതലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം ഭവാബ്ധൗ മാമുദ്ധര ആത്മീയ കടാക്ഷദൃഷ്ട്യാം ഋജ്വ്യാത് കാരുണ്യസുധാഭിവൃഷ്ട്യാം. ഞാൻ ഈ സംസാരത്തിൽ വീണുപോയിരിക്കുന്നു. സംസാരം എങ്ങനെയുണ്ട്? ദൂർവാര സംസാര ദവാഗ്നി തപ്തം ദോദൂയമാനം ദുരദൃഷ്ടവാദൈഹി. ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത വിധത്തിൽ അത് എന്റെ ചുറ്റും കാട്ടുതീ പോലെ കത്തുകയാണ്. ദോദൂയമാനം, ദോദൂയമാനം എന്ന് വെച്ചാൽ ഈ ചീനച്ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ആക്കലേ, ഫ്രൈയിങ്, അതാണ് ദോദൂയമാനം ദുരദൃഷ്ടവാദൈഹി. ദുരദൃഷ്ടവാദം, കാറ്റ് ഇങ്ങനെ അടിച്ചിട്ട് ഇളക്കുന്ന പോലെ നല്ലത് വരുന്നു എന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കാതെ അപാരമായ ദുഃഖം പലതും വരുന്നു. മരണമുണ്ടാവുന്നു, വ്യാധികൾ വരുന്നു, എന്തൊക്കെയാ. ഒക്കെ സുഖമായിട്ട് യൗവനത്തിലൊക്കെ ഇരിക്കുമ്പോ ഒന്നും മനസ്സിലാവണില്ല. കുറെ കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് പല വിധത്തിലുള്ള ഭയങ്കരമായ വ്യാധികളും ഇഷ്ടപ്പെട്ടവരുടെ മരണവും ഒക്കെ കൂടെ കാണുമ്പോ, ഇതൊന്നും വരാത്ത ആളുകൾക്ക് ഇത് അറിയില്ല. ഇതൊക്കെ വരുമ്പോഴാണ് മനസ്സിലാവണത്. നല്ലൊരു തോണി എടുത്തുകൊണ്ട് കടലിൽ തുഴയാൻ പോയി, ആളുകൾ പറഞ്ഞൊന്നും കേട്ടില്ല. പകുതി കടലെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് തോണിയിൽ ഓട്ടയുണ്ടെന്ന്. വെള്ളം ഉള്ളിലേക്ക് കയറുകയാണ്. എന്ത് ചെയ്യും? അതുപോലെയാണ് ഇനിയിപ്പൊ അങ്ങോട്ടും പോകാൻ വയ്യ, അങ്ങോട്ടും പോകാൻ വയ്യ, പെട്ടു, വെള്ളം ഉള്ളിൽ കയറണു. അതുപോലെ ജീവിച്ചു തുടങ്ങി, പല ബന്ധങ്ങളും സ്ഥാപിച്ചു. എല്ലാം കഴിയുമ്പോ മരണത്തിനെ പേടി, വ്യാധിയെ പേടി, പലവിധ ദുഃഖങ്ങളെ ഭയം. ഇതൊക്കെ കൂടെ കാണുമ്പോ ദോദൂയമാനം ദുരദൃഷ്ടവാതൈഹി ഭീതം, ഭയം. എവിടെ പരിഹാരം? വലിയ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. മോഡേൺ സൈക്കാട്രിയുടെ ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി എന്നാണ്. മൂപ്പര് ഈ വരുന്നതൊക്കെ നല്ല ബുദ്ധിയുള്ള ആളുകളാണല്ലോ സൈക്കാട്രിക്ക്. അവരുടെ അടുത്ത് വരുന്ന ആളുകളെ എല്ലാം കുറെ സ്ക്രൂ വീണ് പോയവരാണ്. അവരുടെ ഒക്കെ പ്രശ്നങ്ങൾ കേട്ടിട്ട് മൂപ്പരാകപ്പാടെ ഒരുമാതിരിയായി. മൂപ്പർക്ക് നോർമലായിട്ടുള്ള മനുഷ്യരെ അറിയുകയില്ല എന്നുള്ള മട്ടായി. മരണം 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 എന്ന് ചിന്തിച്ച് മൂപ്പർ ജീവിതത്തിൽ 5 പ്രാവശ്യം മയങ്ങി വീണുണ്ട് അത്ര, മരണത്തിനെ പേടിച്ചിട്ട്. അദ്ദേഹമാണ് മോഡേൺ സൈക്കാട്രിയുടെ ഫാദർ. ആലോചിച്ചു നോക്കൂ വിഷമസ്ഥിതി. അപ്പോ പരിഹാരം ഉണ്ടോ? അപ്പോ ഇവിടെയൊക്കെയാണ് നമ്മൾ പരിഹാരത്തിന് പോണത്. എന്തു പരിഹാര? അതുപോലെ തന്ത്രത്തിൽ പരിഹാര കർമ്മം ചെയ്യാനായിട്ട് താന്ത്രികന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ പരിഹാര കർമ്മം ചെയ്യും. ആ താന്ത്രികൻ നിങ്ങൾ വിളിച്ചാ വരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന് പരിഹാരമായിട്ടാണ്. എവിടെ പരിഹാരം നമുക്ക് പറയൂ? അപ്പൊ പരിഹാരം ലോകത്തിൽ തെരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ പരിഹാരം അന്വേഷിച്ചുകൊണ്ട് ദുഃഖമുണ്ടെന്ന് കണ്ട് നമ്മൾ കർമ്മം കൊണ്ട് നേടുന്നതൊക്കെ ക്ഷയിച്ചു പോണു എന്നും കണ്ടു കഴിയുമ്പോ ഒരു ട്രമൻഡസ് ഇൻസൈറ്റാണത്. വളരെ സൂക്ഷ്മമായ കാഴ്ചയാണ്, ദർശനമാണത്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരിടത്തും പിടിയില്ല എന്ന് കാണുമ്പോഴേ ഈ ബ്രഹ്മവിദ്യക്ക് നമ്മൾ അർഹരാവുള്ളൂ. ആ സ്ഥിതിയിലെ ശ്രവണം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോഴാണ് ഒരു ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നതും പരിപ്രശ്നം ചെയ്യണതും. ഭഗവാനെ എനിക്ക് വഴി കാണിച്ചു തരൂ. ഭീതം പ്രപന്നം, ഞാനിതാ ഭയപ്പെട്ടിരിക്കുകയാണ്. പ്രപത്തി എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ സറണ്ടർ. അൺകണ്ടീഷണൽ സറണ്ടർ എങ്ങനെ ചെയ്യാൻ പറ്റും?
അതൊരു അടിമത്വമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അടിമത്വം കൊണ്ടല്ല, ഇന്റലിജൻസ് കൊണ്ടാണ് സറണ്ടർ ഉണ്ടാവുന്നത്. അടിമത്വമല്ല. ഒരു കൊച്ചുകുട്ടി അമ്മയ്ക്ക് ശരണാഗതി ചെയ്യുന്നത് അടിമത്വമാണോ? പ്രിയത്തിനാണ് ശരണാഗതി ചെയ്യുന്നത്, അല്ലേ? പ്രിയത്തിനാണ് ശരണാഗതി ചെയ്യുന്നത്, അല്ലാതെ ഭയം കൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. തന്നെ രക്ഷിക്കും. രക്ഷിഷ്യതീതി വിശ്വാസ. രാമാനുജാചാര്യർ പറയണ ലക്ഷണം അതാണ്. രക്ഷിഷ്യതീതി വിശ്വാസ. വേറെ കുറെ ലക്ഷണങ്ങളുണ്ട്, എനിക്ക് മറന്നുപോയി. പതിവ്രതയായ ഒരു സ്ത്രീ തന്റെ പ്രിയനായ പതിക്ക്, ധാർമ്മികനായ പതിക്ക് ശരണാഗതി ചെയ്യുന്ന പോലെ. ഭഗവാൻ ഭാഗവതത്തിൽ പറയണത്, അംബരീഷ ചരിത്രത്തിൽ, വശീകുർവന്തി മാം ഭക്ത്യാ സത് സ്ത്രീയ സത് പതിം യഥാ. പതിവ്രതകളായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ പ്രിയം കൊണ്ട് വശപ്പെടുത്തി വെക്കുന്ന പോലെ ഭക്തന്മാരെ എന്നെ വശപ്പെടുത്തി വെക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ശരണാഗതി, അൺകണ്ടീഷണൽ സറണ്ടർ, പ്രപത്തി എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. അറിഞ്ഞ്, മുമ്പൊന്നും ശരണാഗതി ശരണാഗതി ചെയ്യണതല്ല, ശരണാഗതി ഉണ്ടാവണതാണ്. അറിഞ്ഞ ശേഷം, ബുദ്ധിപൂർവം അറിഞ്ഞ ശേഷമാണ് പ്രണിപാതനം. അതാണ് ഭീതം പ്രപന്നം പരിപാഹി. ഞാനിതാ ഭയപ്പെട്ടിരിക്കുന്നു, എന്നാ അന്യത് ശരണം, വേറെ ഒരിടത്തും എനിക്ക് ശരണമില്ല. ഭാഗവതത്തില് ഭക്തിസൂത്രത്തില് നാരദൻ പറയുന്ന അതാണ്. എന്താണ് ശരണാഗതി എന്ന് വെച്ചാൽ? അന്യാശ്രയാണാം ത്യാഗ എന്നാണ്. ബാക്കി ആശ്രയങ്ങളെയൊക്കെ വിട്ടു. അനന്യത. അപ്പോഴാണ് അനന്യത വരണത്. ഒന്നും ആശ്രയിക്കാനില്ല, എല്ലാത്തിന്റെയും പിടിവിട്ട് കഴിയുമ്പോഴാണ് ഈ ഗുരുതത്വത്തിന് ശരണാഗതി ചെയ്യുന്നത്. ശരണാഗതി ചെയ്താൽ ഗുരു എന്ത് ചെയ്യണു? നമ്മുടെ ഭഗവാൻ ഉള്ളത് 40 പറയണു, ശരണാഗതി ചെയ്താൽ ശരണാഗതി ചെയ്യുന്ന ആളെ ഇല്ലാതാക്കി തീർക്കും. അപ്പൊ എന്താ? പിന്നെ മരണഭയമില്ല, ഒന്നുമില്ല, എല്ലാം അസ്തമിച്ചു. അപ്പൊ പ്രണിപത്യ പൃച്ഛേദ് ഉപനിഷത്ത് സമ്പ്രദായം അങ്ങനെ ശരണാഗതി ചെയ്ത് കഴിയുമ്പോ ബ്രൂയാത് സബുദ്ധഃ പരമം രഹസ്യം സമസ്തബുദ്ധാനുഭവ പ്രസിദ്ധം. അപ്പൊ ആ ബുദ്ധൻ എന്ന് വെച്ചാൽ ജ്ഞാനി എന്നർത്ഥം. എവിടെ ആ ബുദ്ധൻ എന്തു പറയണു എന്ന് വെച്ചാൽ, പ്രബുദ്ധനായ ആ ജ്ഞാനി പരമം രഹസ്യം ബ്രൂയാത്ത്, ഏറ്റവും ഗുഹ്യമായ വിഷയത്തിനെ, രഹസ്യത്തിനെ പറയേണ്ടതാണ്. എന്താ രഹസ്യം? സമസ്ത ബുദ്ധാനുഭവ പ്രസിദ്ധം. എല്ലാ ജ്ഞാനനിഷ്ഠന്മാർക്കും പ്രകർഷേണ സിദ്ധമായിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും അറിയപ്പെട്ടിട്ടുള്ളതുമായ ആ വിഷയം പറയാണ്. വിവേക ചൂടാമണിയിൽ ശിഷ്യൻ ശരണാഗതി ചെയ്തപ്പോ ഗുരു പറയണതും അതാണ്. മാ ഭൈഷ്ടവിദ്വൻ, നീ ഭയപ്പെടണ്ട കുട്ടി. തവനാസ്തി അപായ, തനിക്ക് യാതൊരു അപായവുമില്ല. സംസാര സിന്ധോഹോ തരണേസ്തി ഉപായ, ഈ സംസാര സമുദ്രത്തിനെ തരണം ചെയ്യാൻ വഴിയുണ്ട്. എന്താ വഴി? ഏനൈവ യാതാഹ യതയോസ്യ പാരം. യതികൾ, പൂർവസൂരികൾ, ഋഷികൾ ഏതു മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചത്, തമേവ മാർഗം തവ നിർദ്ദിശാമി, അതേ മാർഗം, അതേ വഴി, അതേ രാജപാത കൊണ്ട് തനിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ടുപിടിച്ചതല്ല, അവിടെ ഉണ്ട്, അവിടെ കിടക്കണു, തുറന്നു കിടക്കുന്നു. പൂർവസൂരികളൊക്കെ സഞ്ചരിച്ച വഴിയാണ് കുട്ടി, ഞാൻ കാണിച്ചു തരാം. അതാണ് സമസ്ത ബുദ്ധാനുഭവ പ്രസിദ്ധം എന്ന് പറഞ്ഞത്. എല്ലാ ജ്ഞാനനിഷ്ഠന്മാർക്കും, എല്ലാ ബുദ്ധന്മാർക്കും, എല്ലാ ജ്ഞാനികൾക്കും പ്രസിദ്ധമായിട്ടുള്ളതാണ് ഈ മാർഗം. ആ മാർഗത്തിലുള്ള ആ രഹസ്യം എന്ന് പറയാൻ കാരണം, ഇത്രയൊക്കെ അധ്യാത്മ പുരോഗതി ഉണ്ടായി എന്ന് നമ്മൾ പറയുന്ന, പ്രചാരമുണ്ടായി എന്ന് പറയുന്ന ഈ കാലത്തും അതൊന്നും പ്രചാരത്തിൽ വന്നിട്ടില്ല. വളരെ കുറച്ചുപേരുടെ ഇടയിലേ ഈ ബ്രഹ്മവിദ്യ ഉള്ളൂ. ബാക്കിയൊക്കെ കുറെ പാട്ട്, ഭക്തി എന്ന പേരിൽ കുറെ പാട്ടും ഡാൻസും കലാപരിപാടികളാണ് നടക്കുന്നത്. അത് വേണ്ടതാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണത്. സംസ്കാരം നിലനിർത്താനായിട്ട് അത് വേണ്ടതാണ്. അതൊന്നും തെറ്റോ കുറ്റമോ നിന്ദ്യമോ അല്ല. ആ ഒരു സംസ്കാരത്തിന്റെ ബേസിലാണ് എപ്പോഴെങ്കിലും ഒരു ജീവൻ ഈ രഹസ്യത്തിനെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുന്നത്. അതുകൊണ്ട് ആ കലാപരിപാടികളും ഒക്കെ അവിടെ നടക്കേണ്ടതാണ്, അതൊന്നും തെറ്റല്ല. പക്ഷേ
ഇതങ്ങനെ പ്രസിദ്ധമൊന്നും ആവില്ല. അതുകൊണ്ടാണ് ഇതിനെ രഹസ്യം എന്ന് പറയുന്നത്. ഇതങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനോ പറഞ്ഞ് പ്രചരിപ്പിക്കാനോ എത്ര പുസ്തകങ്ങൾ അടിച്ചാലും ആർക്ക് കിട്ടണമോ അവർക്കേ കിട്ടുകയുള്ളൂ. സർവത്ര വിളിച്ചു കൂവിയാലും അതിന് തയ്യാറായിട്ടുള്ളവൻ മാത്രമേ അത് കേൾക്കുകയുള്ളൂ. അല്ലാത്തവന് അത് കേൾക്കില്ല. ഒരു പെക്യൂലിയർ ഫ്രീക്വൻസിയിൽ ശബ്ദം വന്നാൽ ചില ജീവികളെ കേൾക്കുള്ളൂ നമ്മൾ പറയില്ലേ? അതേപോലെ തന്നെ ഈ ബ്രഹ്മവിദ്യയും ഒരു ഫ്രീക്വൻസിയിലാണ് വരുന്നത്. ആ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന ആളുകളുടെ ചെവിയിലേക്കും ഹൃദയത്തിലേക്കുമേ അത് പോവുള്ളൂ എന്നല്ലാതെ പ്രചരിപ്പിച്ചതുകൊണ്ട് എല്ലാരെയും വിളിച്ചു പറഞ്ഞതുകൊണ്ടൊക്കെ ആളുകൾക്കൊന്നും എത്തില്ല. അതുകൊണ്ട് ബ്രൂയാത് സ ബുദ്ധഃ പരമം രഹസ്യം. എന്താ രഹസ്യം എന്ന് വെച്ചാൽ ജാനാതി ചേത് സ്വം ന തവാസ്തി ദുഃഖം ദുഃഖീ ഭവേഹേത്വം യദി വേത്സി ന സ്വം. ഗുരുവിന്റെ ഉപദേശമാണ്. ജാനാസി ചേത് സ്വം. നീ സ്വയം തന്നെ തന്നെ അറിയുകയാണെങ്കിൽ, സ്വം അറിയുകയാണെങ്കിൽ, തന്റെ സ്വരൂപം എന്താണെന്ന് അറിയുകയാണെങ്കിൽ ന തവാസ്തി ദുഃഖം, തനിക്ക് ദുഃഖമില്ല. ദുഃഖീ ഭവേഹേ ത്വം, നീ ദുഃഖിയായിട്ട് ഭവിക്കും. എപ്പോൾ? യദി വേത്സി നസ്വം, നീ സ്വയം അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിന്നെ തന്നെ നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ. ഉന്നൈ നീ അറിന്തുകൊണ്ടാൽ ഉനക്ക് ഓർ കേടുമില്ല. കൈവല്യ നവനീതത്തിലെ ഒരു പാട്ടാണ്. നീ തന്നെ അറിഞ്ഞാൽ നിനക്കൊരു ദുഃഖമും വിഷമവുമില്ല. നീ അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിലോ ദുഃഖീ ഭവേഹേ, നീ ദുഃഖിയായിട്ട് ഭവിക്കും. ദുഃഖം എന്നെങ്കിലും ഒരു ദിവസം വരും. യോഗസ്ഥിതി എന്ന് പറയുന്നത് തന്നെ ദുഃഖ സംയോഗ വിയോഗമാണ്. ദുഃഖത്തിനോടുള്ള സംയോഗത്തിനെ ഛേദിക്കൽ, മുറിച്ചുകളയലാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ നീ തന്നെ അറിഞ്ഞാൽ ദുഃഖമുണ്ടാവില്ല, തന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും. ഇതാണ് ഗുരു ആദ്യമായിട്ട് പറയണത്. അപ്പോ ദുഃഖമില്ലായ്മ തന്നെ അറിയുന്നത് കൊണ്ട് ഉണ്ടാവും എന്ന് പറയണമല്ലോ. തന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ ദുഃഖമുണ്ടാവില്ലെന്ന് പറയണമല്ലോ. അതിന് എന്ത് യുക്തിയാവുള്ളത്? അവനവനെ അറിയുന്നത് കൊണ്ട് ദുഃഖം എങ്ങനെ അസ്തമിക്കും? ഒരറിവ് കൊണ്ട് ദുഃഖമില്ലാതാവൂ? ഒരു സൂക്കേട് വരുന്നു, ആ സൂക്കേട് ഉണ്ട് എന്ന് ഡയഗ്നോസിസ് ചെയ്ത് അറിഞ്ഞതുകൊണ്ട് മാത്രം സൂക്കേട് മാറുമോ? സൂക്കേട് ഇല്ലാതാക്കാനായിട്ട് മരുന്ന് കഴിച്ചാലല്ലേ സൂക്കേട് മാറുള്ളൂ, ഡയഗ്നോസിസ് കൊണ്ട് മാറില്ലല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ പറയണത് വാസ്തവത്തിൽ നിനക്ക് സൂക്കേടില്ല. സ്വപ്നത്തിൽ നീ സൂക്കേട് കാണുകയാണെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തുമ്പോ തന്നെ സൂക്കേട് പോകും. അതിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ആത്മവിദ്യയും നിന്നെ ഉണർത്തിവിടുകയും അപ്പൊ നിനക്ക് മനസ്സിലാവും എന്റെ സ്വരൂപത്തിൽ ഈ ദുഃഖങ്ങളൊന്നും തന്നെയില്ല. യത സുഷുപ്തൗ ന തവാസ്തി ദുഃഖം ത്വയീദം ആരോപിതമേവ നാന്യത് ജിജ്ഞാസയാ സ്വം സമവേത്യ സത്യം നിജസ്വരൂപേ സുഖരൂപ ആസ്വ. യത സുഷുപ്തൗ ന തവാസ്തി ദുഃഖം. ദുഃഖം നിന്റെ സ്വരൂപത്തിലുള്ളതാണെങ്കിൽ സ്വരൂപം ഒരിക്കലും വ്യഭിചരിക്കില്ല, പരിണമിക്കില്ല. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നമ്മളുടെ ഇരുപ്പിന്, നമ്മളുടെ ഇൻഹറന്റ് നേച്ചറിന് മാറ്റമില്ല. സുഷുപ്തി അവസ്ഥയിൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ച ആൾക്ക് പോലും ഉറങ്ങിക്കഴിഞ്ഞാൽ സുഷുപ്തിയിൽ ഒരു ദുഃഖവുമില്ല. മനസ്സുദിച്ചു കഴിയുമ്പോഴാണ് ദുഃഖമൊക്കെ ഉദിക്കുന്നത്. അപ്പൊ ദുഃഖം സുഷുപ്തിയിൽ ഞാനുണ്ടോ ഇല്ലയോ? ഞാനുണ്ട്, എന്റെ അസ്തിത്വമുണ്ട്. പിന്നെ എന്താ ഇല്ലാത്തത്? മനസ്സില്ല. അപ്പൊ ദുഃഖം എവിടെയാ? മനസ്സിലാണ്. ദുഃഖം എന്നിലല്ല, ദുഃഖം മനസ്സിലാണ്. മനസ്സിലുള്ള സുഖത്തിനെയും മനസ്സിലുള്ള ദുഃഖത്തിനെയും എന്നിൽ, ആത്മാവിൽ ആരോപിച്ചിട്ടാണ് ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നൊക്കെ പറയണത്. ജിജ്ഞാസയാ സ്വം സമവേത്യ, ബ്രഹ്മജിജ്ഞാസ ഉണ്ടായി സദ്ഗുരുവിൽ നിന്നും നമ്മളുടെ സ്വരൂപം അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒന്നും തന്നെ അഭിവ്യക്തമല്ലാത്ത സുഷുപ്തിയില് നമ്മള് നിജസ്വരൂപമായിട്ടിരിക്കുന്നു.
അവിടെ ആർക്കും ദുഃഖമില്ല, എല്ലാവരും സുഖം അനുഭവിച്ചു സുഷുപ്തിയില്. അപ്പൊ ജാഗ്രത അവസ്ഥയിൽ ബോധപൂർവം നമ്മൾ മനസ്സിലാക്കുകയാണ്, ഈ ദുഃഖങ്ങളൊക്കെ തന്നെ, ഈ വൈകല്യങ്ങളൊക്കെ തന്നെ മനസ്സിലും ശരീരത്തിലും ഒക്കെയാണ് ഇരിക്കുന്നത്, വാസ്തവമായ എന്നിൽ ഇല്ല. അത് അറിഞ്ഞു കഴിയുമ്പോ ആ എന്നിൽ, ആ വാസ്തവമായ ഞാനിൽ, ആത്മാവിൽ, സ്വരൂപത്തിൽ ഇരിക്കാൻ പഠിക്കാണ്. സുഖരൂപ ആസ്വ, അതാണ് ഞാൻ എന്ന് അറിയുകയാണ്. എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ അറിയുകയാണ്. ഇരിക്കാനൊന്നുമില്ല, നമ്മൾ അതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കുകയും ഈ ശരീരമോ ഈ ദുഃഖസുഖങ്ങളെ കൊണ്ടുവന്ന് എന്നെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സോ ഞാനല്ല. മനസ്സാണ് നമ്മളെ നിരന്തരം ഭ്രമിപ്പിക്കുന്നത്. ഒരാൾക്ക് തോന്നിയത്രേ ഞാൻ പുഴുവാണെന്ന് തോന്നിയത്രേ. അങ്ങനത്തെ ചില സൂക്കേടുകളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. വെറുതെ പറയാ ഞാൻ പുഴുവല്ലേ, എന്തു പറഞ്ഞാലും എനിക്കെന്തറിയാം ഞാൻ പുഴുവല്ലേ എന്ന് പറയൂത്രേ. ആരെന്തു പറഞ്ഞാലും ഉപദേശിച്ചാലും മൂപ്പര് പറയാം ഞാൻ പുഴുവാണ്. അവസാനം അയാളെ പിടിച്ചിരുത്തി ഉപദേശിച്ച് നീ പുഴുവല്ല, നീ മനുഷ്യനാണ്, നീ പുഴുവല്ല, നീ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരുവിധം ധൈര്യപ്പെടുത്തിയിട്ട് വെളിയിൽ പറഞ്ഞയച്ചാൽ വളരെ സ്പീഡായിട്ട് ഉള്ളിലേക്ക് ഓടിക്കൊണ്ടു വന്നു. എന്തു പറ്റിയെന്ന് എനിക്ക് ചോദിച്ചു. അയാള് പറഞ്ഞു ഞാൻ പുഴുവല്ലാന്ന് എനിക്കറിയാം, എന്നാലും അവിടെ ഉള്ള നീർക്കോലി, തവള ഇതൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ഞാൻ പുഴുവല്ലാന്ന് അറിയില്ലല്ലോ എന്ന്. എന്തായാലും പോവില്ല ഈ വിചാരം, അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് നമുക്ക് ഞാൻ ശരീരമാണെന്നും ഞാൻ മനസ്സാണെന്നും ഞാൻ ബുദ്ധിയാണെന്നും മനസ്സില് പല കുഴപ്പങ്ങളും ഉണ്ടെന്നും കാമക്രോധാദി വികാരങ്ങളുണ്ടെന്നും ഒക്കെ ആരോപിച്ചിരിക്കുകയാണ് ആത്മാവില്. ആരോപണം മാത്രമാണ്. അതാണ് ഈ വേദാന്തത്തിന് ഇത്ര വലിയ ആശ്ചര്യകരമായ ശാസ്ത്രം എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒന്നും മാറ്റാനും മറിക്കാനും ഒന്നുമില്ല. വേണ്ട വിധത്തിൽ അറിവിനെ ഉപയോഗിച്ച് ശ്രവണം ചെയ്ത് ശ്രദ്ധയെ ഇതിൽ നിന്നും സത്തിലേക്ക് തിരിച്ചാൽ മതി. എല്ലാ സാധനങ്ങളുടെയും അവസാനം ചെയ്യേണ്ടതും അതാണ്. ശ്രദ്ധയെ നമ്മൾ ഈ ശരീരത്തിലും മനസ്സിലും കൊടുത്തിട്ട് അതിന്റെ ദൂഷ്യങ്ങളും നീക്കാൻ പറ്റില്ല. ശരീരത്തിന് നീക്കാൻ പറ്റുമോ? നമുക്ക് സാധിക്കില്ല. പിന്നെന്താ കാര്യം? മനസ്സിൽ കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ വരണു, അതിൽ ശണ്ട കൂടുന്തോറും അത് പെരുക്കും. അതൊന്നും ശ്രദ്ധയിൽ തിരിക്കുക, അതൊക്കെ ആരോപിതമാണ്, അതൊന്നും ഞാനല്ല എന്ന് അന്തരംഗത്തിലേക്ക് ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടുമ്പോ സ്വം സമവേത്യ, അതിനു പുറകിൽ, മനസ്സിന് പുറകിൽ, മനസ്സിന്റെ ഓരോ ചിത്തവൃത്തികൾക്കും ഇടയിൽ, ചിത്തവൃത്തികൾ കൊണ്ട് ബാധിക്കപ്പെടാതെ, ഒരു കളങ്കങ്ങൾക്കും സ്പർശിക്കാൻ കഴിയാതെ അസ്പൃഷ്ടമായ വസ്തുവായി നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ സത്ത്, പൂർണ്ണത ഇപ്പൊ തന്നെ ഇവിടെ തന്നെ നിത്യോപലബ്ധ സ്വരൂപമാണ്. നിത്യോപലബ്ധം, എവർ അറ്റൈൻഡ്, എവർ അവൈലബിൾ, അവൈലബിൾ ഹിയർ ആൻഡ് നൗ. ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചാൽ മതി. ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചാൽ സ്വം സമവേത്യ നിജസ്വരൂപേ, അവനവന്റെ സ്വരൂപ, സുഖരൂപേ, സുഖരൂപത്തിൽ ആസ്വ ഇരിക്കൂ എന്നാണ്. അപ്പൊ എന്താ? ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. പതഞ്ജലി പറയണത് ദ്രഷ്ടാവ് തന്നിൽ തന്നെ ഇരിക്കുകയാണ്. അല്ലാതെ വിക്രിയ വരണത് എപ്പോഴാ? വികാരങ്ങളോട് ഐഡന്റിഫൈ ചെയ്യുമ്പോ, മൈൻഡിനോട് ഐഡന്റിഫൈ ചെയ്യുമ്പോ എനിക്ക് കാമമുണ്ട്, കോപമുണ്ട്, ദ്വേഷമുണ്ട്, അസൂയയുണ്ട് എന്നൊക്കെ തോന്നും. അതൊക്കെ തന്നെ യു ആർ ഐഡന്റിഫൈങ് വിത്ത് തോട്ട്സ്. അതാണ് വൃത്തി സാരൂപ്യം എന്ന് പതഞ്ജലി പറഞ്ഞു. യോഗികൾക്കും ഇത്രയേ പറയാനുള്ളൂ. വൃത്തി സാരൂപ്യം സ്വരൂപ അവസ്ഥാനം. വൃത്തി സാരൂപ്യം വരുമ്പോ വി ഐഡന്റിഫൈ ourselves വിത്ത് വാട്ട് വി ആർ നോട്ട്. സ്വരൂപസ്ഥിതി വരുമ്പോ നമ്മൾ ആ ഐഡന്റിഫിക്കേഷനെ വിടുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മളായിട്ടിരിക്കും. ശരീരമൊക്കെ അവിടെ ഉണ്ട്, ലോകത്തിൽ പല വസ്തുക്കൾ പോലെ അതുമുണ്ട്. പക്ഷെ നമ്മള് കുതശ്ചിത് കൗശലാദേവ പരമാത്മാ വിലോക്യത്തെ. അഷ്ടാവക്ര സംഹിതയില് ജനകൻ പറയാണ്, എന്തോ ഒരു സൂത്രപ്പണി കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ പരമാത്മാവിനെ കാണുന്നു എന്നാണ്. എങ്ങനെയെന്ന് പറയാൻ വയ്യാന്നാണ്.
കുതശ്ചിത് കൗശലാദേവ പരമാത്മാ വിലോക്യത്തെ. ഇവിടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരത്തിൽ ഇല്ലാതെ ഇരിക്കുകയാണ്. ഇതിനൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ വിക്രിയകൾ കൊണ്ട് ബാധിക്കപ്പെടാതിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ആത്മാവിനെ സ്പർശിക്കുന്നില്ല, ആരോപണം മാത്രമാണ്. ആരോപണം എന്ന് വെച്ചാൽ സൂപ്പർ ഇമ്പോസിഷൻ. കയറില് പാമ്പിനെ ആരോപിച്ച് കാണുന്നില്ലേ? വാസ്തവത്തിൽ പാമ്പ് കയറിലുണ്ടോ? കയറെവിടെങ്കിലും പടവെടുത്തുവോ? കയറ് ചീറ്റിയോ? ഒന്നുമില്ല. ഒക്കെ ബുദ്ധിയിലാണ് ഭ്രമം. ആ ഭ്രമം നീങ്ങണമെങ്കിലോ കയറിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. കയറേ ഉള്ളൂ, അവിടെ പാമ്പില്ല. അതേപോലെ തന്നെ ഞാൻ ജീവനാണ്, ഞാൻ ഇന്ന വ്യക്തിയാണെന്നൊക്കെ തോന്നുമ്പോ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കാം. അതിനെ തന്നെ സൂക്ഷിച്ചു നോക്കുക. ഞാൻ എന്താണ്? ഞാൻ ഇതാണ് അതാണോ പറയണതിന് പകരം ഞാൻ എന്താണ് എന്നുള്ളിൽ ചോദിക്കുകയാണ്. ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയണത് എന്താണ് എന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ ഞാൻ ഇതാണ് അതാണ് എന്നൊക്കെയുള്ള തോന്നല് ആ ക്ഷണം മറയുകയും താനായി സത്ത് സ്വയം ജ്വലിക്കുകയും ചെയ്യും. ചിത്ത് പ്രകാശിക്കും, ആനന്ദം പ്രകാശിക്കും, സച്ചിദാനന്ദം. അങ്ങനെ സച്ചിദാനന്ദം ഹൃദയത്തില് പ്രകാശിക്കുമ്പോ അതാണ് സുഖരൂപ ആസ്വാദനം. തൂഷ്ണീം ഭവേഹേ നിജസുഖാനുഭവോ നിരീഹ. ഭാഗവതത്തിൽ പറയാം, നിജസുഖാനുഭവോ നിരീഹ. ഒരാഗ്രഹങ്ങൾ കൊണ്ടും കളങ്കപ്പെടുത്താൻ കഴിയാതെ നിജസുഖാനുഭൂതിയിൽ തൂഷ്ണീം ഭവേത്, മൗനമായി ചുമ്മായിരിക്കൂ, താനായിരിക്കൂ. അർത്ഥോയമേവം ഗുരുണോപദിഷ്ട സാര സമസ്ത ശ്രുതി ശീർഷവാചാം അസ്യോപദേശസ്യ ഹി വിസ്തരേണ വ്യാക്യൈവ സർവാ നിഗമാന്തവാണി. അർത്ഥോയമേവം, ഈ ഉപദേശമുണ്ടല്ലോ, ഈ അർത്ഥം തന്നെയാണ് ഗുരുണോപദിഷ്ട സാര. ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ട രഹസ്യം, സാരം, എസൻസ്. സമസ്ത ശ്രുതി ശീർഷവാചാം. ശ്രുതി ശീർഷം, ശ്രുതി എന്ന് വെച്ചാൽ വേദം, ശീർഷം എന്ന് വെച്ചാൽ തല. വേദത്തിന്റെ ശിരസ്, വേദശിരസ് എന്താണ്? ഉപനിഷത്ത്. ഉപനിഷത്ത് വാക്കുകൾ, ഉപനിഷത്ത് വാക്യങ്ങളുടെ ഒക്കെ തന്നെ സാരം സമസ്ത ശ്രുതി ശീർഷവാചാം സാരഹ ഗുരുണാ ഉപദിഷ്ട അയം അർത്ഥഃ അസ്യോപദേശസ്യ ഹി വിസ്തരേണ വ്യാക്യൈവ. ഈ ഉപദേശത്തിന്റെ വിസ്താരമായ വ്യാഖ്യാനം തന്നെയാണ് സർവാ നിഗമാന്തവാണി. എല്ലാ വേദാന്ത, നിഗമാന്തം എന്ന് വെച്ചാൽ വേദാന്തം, വേദാന്തവാണി മുഴുവൻ, വേദാന്ത വാക്കുകള് മുഴുവൻ ഈ സാരം, അതായത് തന്നെ അറിയുക, തന്റെ സ്വരൂപത്തിനെ അറിയുക, ഞാൻ ആരാണെന്ന് അറിയുക, എന്റെ സ്വരൂപം എന്താണെന്ന് അറിയുക എന്നതിന്റെ വിസ്താരമാണ് വേദം മുഴുവൻ. വേദത്തിന് ഉപദേശിക്കാനുള്ളത് അത്രമാത്രമാണ്. തന്നെ അറിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കും. തന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അനേക ഏടാകൂടങ്ങൾ ഉണ്ടാവും. ഇതിൽ വേദം മുഴുവൻ അസ്തമിച്ചു. ആത്മാനം ചേത് വിജാനീയാത് അയമസ്മീതി പൂരുഷ തമേവൈകം ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചത അമൃതശേഷ സേതു. ഉപനിഷത്തുകളുടെ മുഴുവൻ സാരം നിഗമാന്തവാണി. അങ്ങനെ ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് ഇത് തുടങ്ങണത്. ഇതിന് നോക്കണം, സഹജാത്മനിഷ്ഠ എന്ന് പറഞ്ഞുവല്ലോ. ആദ്യം പ്രതിജ്ഞ ചെയ്തു ഈ ശാസ്ത്രം നാച്ചുറൽ സയൻസ് ആണെന്നാണ്. ബാക്കിയൊന്നും നാച്ചുറൽ സയൻസ് അല്ല, അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച അത് ഒബ്ജക്റ്റീവ് സയൻസ് ആണ്, നമ്മളെ ബാധിക്കില്ല. ഈ ശാസ്ത്രം നമ്മളെക്കുറിച്ച് തന്നെ ഉള്ള തത്വമാണ്, സത്യമാണ്. ആചാര്യസ്വാമികൾ ഇമോഷണലായി പോകുന്നു ഭാഷ്യത്തിൽ പലയിടങ്ങളിലും. ഇത് പറയുമ്പോ ആചാര്യസ്വാമികൾ പറയുന്നത് അഹോ അതിഗംഭീരം ഭാവയാഥാത്മ്യം മുക്തി നിബന്ധനം ആഗമമന്തരേണ ഉത്പ്രേക്ഷിതുമഭിന ശക്യം. ഇത്ര എളുപ്പത്തിലും സുലഭത്തിലും നമ്മളുടെ ഉള്ളിൽ നിത്യസിദ്ധമായിട്ടുമുള്ള ഭാവയാഥാത്മ്യം, തന്നെ തന്നെ കുറിച്ച്, അവനവനെ കുറിച്ച് തന്നെ ഉള്ള ഈ ഇരുപ്പിനെ കുറിച്ചുള്ള സത്യത്വം, റിയാലിറ്റി അതിഗംഭീരം, ഏറ്റവും പ്രൗഢമാണ്. അത്രയും പ്രൗഢമായിട്ടുള്ള ഈ വിഷയം മുക്തി നിബന്ധനം, ആ കേൾക്കുന്ന സമയം തന്നെ ജീവനെ മുക്തനാക്കുന്നതായി ഈ ശാസ്ത്രം
ആഗമമന്തരേണ ഈ വേദമാവെന്ന അമ്മയില്ലെങ്കിൽ, ഉപദേശിക്കാൻ ഈ വേദമാതാവില്ലെങ്കിൽ ഉത്പ്രേക്ഷിതുമപിന ശക്യം എന്നാണ്. ആരും ഊഹിച്ചെടുക്കുമെന്നാണ്. എങ്ങനെ ഊഹിച്ചെടുക്കാൻ പറ്റും? തലയ്ക്ക് വട്ടിളകി താൻ പുഴുവാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ പോലെ നമ്മളും നമ്മളെക്കുറിച്ച് പല കൽപ്പനാ പരമ്പരകളും ഉണ്ടാക്കിക്കൊണ്ട് ഒരു തരത്തിൽ ഉന്മത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവിടുന്നാണ് ഉപനിഷത്ത് നമ്മളെ ഉണർത്തുന്നത്. അതില്ലെങ്കിൽ എങ്ങനെ ഉണരും, എങ്ങനെ അറിയും എന്നാണ്. ആ ബ്രഹ്മവിദ്യാ പരമ്പര, ആ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യ വംശഋഷിഭ്യ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ നമോ ഗുരുഭ്യ. അവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യ. ആ ബ്രഹ്മവിദ്യാ സമ്പ്രദായം എത്രയോ ഋഷികളിലൂടെ ഒഴുകി വന്നിരിക്കുന്നു. ഇന്നും അനുസ്യൂതം അവിഛിന്നമായിട്ട് ആ പരമ്പര തുടരുകയാണ്. അതെന്നും തുടരുകയും ചെയ്യും. ആ ശാസ്ത്രത്തിന്, വേദത്തിന് നാശമില്ല എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഈ വിദ്യ നശിക്കില്ല. കാരണം ശരീരം അന്തര്യാമി ആയിട്ട് നമ്മളുടെ ഉള്ളിൽ ആ പൂർണ്ണ വസ്തു ഇരിക്കുന്നിടത്തോളം ഈ ശാസ്ത്രത്തിന് നാശമില്ല. നിത്യസിദ്ധമാണ്. അതിനെ അറിയുന്നതുകൊണ്ട് ജീവൻ വിമുക്തനാവുന്നു. ശരീരത്തിലിരിക്കുമ്പോ തന്നെ മുക്തിസുഖത്തിനെ അനുഭവിക്കുന്നു. ആ ശാസ്ത്രത്തിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തുടർന്ന് അടുത്ത ശ്ലോകം നാളെ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലം.